കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 10, 100, 1000 എന്നിങ്ങനെയുള്ള സംഖ്യകളുടെ താഴെ വരുന്ന സംഖ്യകളുടെ ഗുണനഫലം എളുപ്പത്തിൽ കാണുന്നത് പരിശോധിക്കുകയായിരുന്നു. ഈ വീഡിയോയിൽ ആധാരസംഖ്യകൾക്ക് മുകളിലായി വരുന്ന സംഖ്യകളുടെ ഗുണനഫലം കാണാനുള്ള എളുപ്പവഴിയാണ് പരിശോധിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെ 2 സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ സംഖ്യയാണ്. ഈ സംഖ്യയുടെ ഗുണനഫലം ഒറ്റ വരിയിൽ കാണുന്നത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. ഈ ചോദ്യം ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥി ചെയ്ത വഴിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. 12 വരിയിൽ ഗുണിച്ച് ഉത്തരം കണ്ടെത്തി. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 11 ഗുണം 12. 11 10-നടുത്തുള്ള സംഖ്യയാണ്. അതേപോലെ 12ഉം 10-നടുത്തുള്ള സംഖ്യയാണ്. ആധാരസംഖ്യ 10 ആയി എടുക്കാം. 10ൽ നിന്ന് 1 കൂടുതലാണ് 11. അതുകൊണ്ട് +1 അല്ലെങ്കിൽ -1 എന്ന് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അതേപോലെ 12 10ൽ നിന്നും 2 കൂടുതലാണ്, അതായത് +2. ഇനി 1ഉം 2ഉം കൂടി ഗുണിക്കുക. 1 2 2. 10 നമ്മുടെ ആധാരസംഖ്യ, അതുകൊണ്ട് ഒരക്കം മാത്രമേ ആവശ്യമുള്ളൂ. 11 കൂട്ടണം 2 അല്ലെങ്കിൽ 12 കൂട്ടണം 1. 12 + 1 എന്ത് കിട്ടും? 13. ആ 13 ഇവിടെ എഴുതാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് 10ൽ അല്ലെങ്കിൽ ആധാരസംഖ്യയിൽ കുറവുള്ള സംഖ്യകൾ ഗുണിക്കുന്നതാണ്. ഇവിടെ ആധാരസംഖ്യയിൽ കൂടുതലുള്ള സംഖ്യകളാണ് നമ്മൾ ഗുണിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയ ശ്രദ്ധിക്കുക, കൂടുതൽ എത്ര എന്ന് കാണിക്കാൻ വേണ്ടിയാണ് +1 +2 എന്നൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത സംഖ്യ നോക്കാം. 13 ഗുണം 15. 13 10ൽ നിന്ന് 3 കൂടുതലാണ്. 15 10ൽ നിന്ന് 5 കൂടുതലാണ്. 5 3 15. പക്ഷേ നമ്മൾക്ക് 10 ആധാരമായതുകൊണ്ട് ഒരക്കം മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് 15ൽ 5 ഇവിടെ എഴുതാം. 1 ബാലൻസ്. 13ഉം 5ഉം 18. 15ഉം 3ഉം 18. 18ഉം ബാലൻസുള്ള 1ഉം കൂടി കൂട്ടുമ്പോൾ 19. 13 ഗുണം 15 സമം 195. അടുത്ത ചോദ്യം, 18 ഗുണം 16. ഈ ഗുണനം നമ്മൾക്ക് ആധാരസംഖ്യയിൽ നിന്നുള്ള വ്യത്യാസം അല്ലെങ്കിൽ അധികം എത്രയുണ്ട് എന്ന കാര്യം വലതുഭാഗത്ത് രേഖപ്പെടുത്താതെ ചെയ്ത് നോക്കാം. 18 10ൽ നിന്നും 8 കൂടുതലാണ്. അതേപോലെ 16 10ൽ നിന്നും 6 കൂടുതലാണ്. 6 8 48. 4 ബാലൻസ്. 16 8 24. 24 4 28. 19 ഗുണം 12. 19 9 കൂടുതലാണ്. 12 2 കൂടുതലാണ്. 9 2 18. 1 ബാലൻസ്. 12 9 21. 21ഉം 1ഉം 22. 228. അടുത്ത സംഖ്യ 103 ഗുണം 105. ഇവിടെ ആധാരം 100 ആണ്, ബേസ് 100 ആണ്. 100ൽ നിന്ന് 3 കൂടുതലാണ്, അതിവിടെ മാർക്ക് ചെയ്യാം. 100ൽ നിന്ന് 5 കൂടുതലാണ്. 5 3 5 15. 100 ബേസ്, അതുകൊണ്ട് 15 പൂർണ്ണമായും എഴുതേണ്ടിയിരിക്കും. 100 ആകുമ്പോൾ ഇവിടെ 2 അക്കങ്ങൾ വേണം. ഇനി 103 കൂട്ടണം 5 അല്ലെങ്കിൽ 105 കൂട്ടണം 3. ഏത് കൂട്ടിയാലും നമ്മൾക്ക് 108 തന്നെ കിട്ടും. ഉത്തരം 108 15 10,815. അടുത്ത ചോദ്യം, 110 ഗുണം 112. 110 100ൽ നിന്നും 10 കൂടുതലാണ്. 112 100ൽ നിന്നും 12 കൂടുതലാണ്. 10 ഗുണം 12 120. പക്ഷേ 2 അക്കം മാത്രമേ ആവശ്യമുള്ളൂ. 120ൽ 20 ഇവിടെ എഴുതാം. 1 ബാലൻസ്. 112ഉം 10ഉം 122. 122ഉം 1ഉം 123. അതായത് 12,320. അടുത്ത ചോദ്യം, 120 ഗുണം 111. 120 100ൽ നിന്നും 20 കൂടുതലാണ്. 111 100ൽ നിന്നും 11 കൂടുതലാണ്. ഞാനിവിടെ ഈ ചോദ്യത്തിൽ അധികം എത്ര എന്ന കാര്യം രേഖപ്പെടുത്താതെ മനസ്സിൽ ചെയ്യാൻ പറ്റുമോ എന്ന് പരിശോധിക്കുകയാണ്. 20 കൂടുതലാണ്, 11 കൂടുതലാണ്. 20 × 11 220. 220ൽ 20 ഇവിടെ എഴുതി. 2 ബാലൻസ്. 111ഉം 20ഉം 131. 131ഉം 2ഉം 133. ആൻസർ 13,320. അടുത്ത ചോദ്യം, 1005 ഗുണം 1010. ഇവിടെ ആധാരം അല്ലെങ്കിൽ ബേസ് 1000 പറയാം. ഒന്നാമത്തെ സംഖ്യ 5 കൂടുതലാണ്. രണ്ടാമത്തെ സംഖ്യ 10 കൂടുതലാണ്. ഇവിടെ രേഖപ്പെടുത്താം. ഒന്നാമത്തെ സംഖ്യ 5 കൂടുതലാണ്.
രണ്ടാമത്തെ സംഖ്യ 10 കൂടുതലാണ്. 10 5 50. പക്ഷേ 3 അക്കം വേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് 050 എന്നെഴുതി. ഇനി അടുത്ത സെറ്റ് എന്ത് വരും? 1005 കൂട്ടണം 10, 1015. 1010 കൂട്ടണം 5ഉം 1015 തന്നെ. അതിവിടെ രേഖപ്പെടുത്താം. 1015 050, അതായത് 10,15,050. 1200 ഗുണം 1010. ഒന്നാമത്തെ സംഖ്യ 200 കൂടുതലാണ്. രണ്ടാമത്തെ സംഖ്യ 10 മാത്രം കൂടുതലാണ്. 200 ഗുണം 10 എത്ര കിട്ടും? 2000 കിട്ടും. ഇവിടെ 3 അക്കം എഴുതേണ്ടിയിരിക്കുന്നു. 3 അക്കം ചേർക്കുമ്പോൾ 2000ൻ്റെ 3 പൂജ്യം ഇവിടെ ചേർക്കാം. 2 ബാലൻസ് 1010ഉം 200ഉം 1210 രണ്ടും 1212. അതായത് 12,12,000. ആൻസർ 12,12,000. അടുത്ത ചോദ്യം 10,020 ഗുണം 10,010. 20 ഗുണം 10 200. പക്ഷേ 4 സ്ഥാനങ്ങൾ വേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് 0200. 10,020ഉം 10ഉം 10,030. അടുത്തത് 16 ഗുണം 17. 7 6 42. 4 ബാലൻസ് 17 6 23 4 27. 105 ഗുണം 105. 5 5 25. 25 105 5 110. 1025 ഗുണം 1004. 25 ഗുണം 4 100. 1025 4 1029. അടുത്ത ചോദ്യം 1030 ഗുണം 1020. 30 × 20 600 ഇവിടെ 1000 ബേസ്. അതുകൊണ്ട് 600 മുഴുവനായും എഴുതാം. 1030ഉം 20ഉം 1050. 10,50,600. അടുത്തത് 21 ഗുണം 12. 21 10ൽ നിന്ന് 11 കൂടുതലാണ്. 12 10ൽ നിന്ന് 2 കൂടുതലാണ്. 11 ഗുണം 2 22. 2 ബാലൻസ് 12ഉം 11ഉം 23. 23 2 25. 108 ഗുണം 109. 8 ഗുണം 9 72. 72 മുഴുവനായും എഴുതാം. 108ഉം 9ഉം 117. 1060 ഗുണം 1010. 60 ഗുണം 10 600. 1060ഉം 10ഉം കൂട്ടുമ്പോൾ 1070. 10,075 ഗുണം 10,004. 4 × 75 = 300. 300ന് 3 അക്കങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ 4 അക്കങ്ങൾ വേണം. 0300 എന്നെഴുതാം. 0300. അടുത്ത സെറ്റ് 10,075ഉം 4ഉം 10,079. അതായത് 10,07,90,300. ഇനി നമുക്ക് കുറച്ച് വർഗങ്ങൾ കൂടി കണ്ടു നോക്കാം. 106 സ്ക്വയർ. 106 സ്ക്വയർ എന്ന് പറയുമ്പോൾ 100-നടുത്തുള്ള സംഖ്യയാണ്. 6 കൂടുതലാണ് 106. 106 × 106. 6 കൂടുതലാണ്. 6 6 36. 106 6ഉം 112. വളരെ എളുപ്പത്തിൽ 100-നടുത്തുള്ള സംഖ്യകളുടെ അല്ലെങ്കിൽ 1000-നടുത്തുള്ള സംഖ്യകളുടെ സ്ക്വയർ വർഗം കണ്ടുപിടിക്കാം. 109 സ്ക്വയർ. ഇവിടെ സെപ്പറേറ്റായി എഴുതുന്നില്ല. മനസ്സിൽ കണ്ടുപിടിച്ചതിന് ശേഷം ഉത്തരം എഴുതുകയാണ്. 9 × 9 81. 81 മുഴുവനായും എഴുതണം. 100 ബേസ്. 109 9ഉം 118. 118 81. 108 സ്ക്വയർ. 8ന് സ്ക്വയർ 64. 108ഉം 8ഉം 116. 116 64. 1007 സ്ക്വയർ. 7 49. പക്ഷേ ഇവിടെ 3 അക്കങ്ങൾ വേണ്ടിയിരിക്കുന്നു. 049. രണ്ടാമത്തെ സെറ്റ് 1007ഉം 7ഉം കൂട്ടുമ്പോൾ 1014. 049. ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം. 10,14,049. 1010 സ്ക്വയർ. 10 × 10 100. 1010ഉം 10ഉം 1020. 1020 100. 1020 100. എത്ര വായിക്കും? ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം. 10,20,100. 10,005 സ്ക്വയർ. 10,005ൻ്റെ സ്ക്വയർ കാണാൻ ഇവിടെ 10,000-ൽ കൂടുതലുള്ള സംഖ്യയാണ്. അതുകൊണ്ട് 4 അക്കങ്ങൾ എഴുതണം ഫസ്റ്റ് സെറ്റിൽ. ഒന്നാമത്തെ സെറ്റിൽ 4 അക്കങ്ങൾ എഴുതേണ്ടിയിരിക്കുന്നു. 5ൻ്റെ സ്ക്വയർ 25. 25ഉം ബാക്കിയുള്ളത് 0 ചേർത്ത് ഫില്ല് ചെയ്യണം. കൂടാതെ 10,005ഉം 5ഉം കൂട്ടുമ്പോൾ 10,010. 10,010 0025. 1 10 100 1000 10000 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി. 10 കോടി 1,25,000. ക്ലാസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഈ സംഖ്യകളുടെ ഗുണനഫലം നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ എത്ര അക്കങ്ങളുണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം.
1 2 3 4 5 6 7 8 9 10 11 12 അക്കങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ സെറ്റിൽ 11 അക്കങ്ങൾ നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ സെറ്റ് എഴുതുമ്പോൾ 9 × 9 81, 81-ന് 2 അക്കങ്ങളുണ്ട്. ഇനി ബാക്കിയുള്ള അക്കങ്ങൾ 0 ചേർത്ത് പൂരിപ്പിക്കണം. നമ്മൾക്ക് എഴുതി നോക്കാം. 81 3 3 6 3 9 2 11 അക്കങ്ങളായി. ഇനി അടുത്ത സെറ്റും കൂടി എഴുതാം. അടുത്ത സെറ്റ് എങ്ങനെ എഴുതും? 1 10 പൂജ്യങ്ങളും 9ഉമാണുള്ളത്. 9 9 18. 1 10 പൂജ്യങ്ങളും 9ൻ്റെ കൂടെ 9 കൂടി കൂട്ടണം. 1 9 പൂജ്യവും 18 വരും. അപ്പോൾ എന്ത് കിട്ടും? 1 9 പൂജ്യം 3 3 6 3 9 പൂജ്യവും 18. അപ്പോൾ ആൻസറായി. വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടി. ഗുണനം പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വളരെയധികം താല്പര്യമായിരിക്കും ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യുന്ന വഴി എങ്ങനെ എന്ന് പഠിച്ചാൽ. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ആധാരസംഖ്യകൾക്ക് താഴെയായിട്ടും മേലെയായിട്ടും ഇതേപോലെ സംഖ്യകൾ വന്നാൽ എങ്ങനെ ഗുണിക്കുന്നു എന്ന് പരിശോധിക്കാം. 8550 10,000-ന് താഴെയുള്ള സംഖ്യയാണ്. അതേപോലെ 10,001 10,000-ന് മേലെയുള്ള സംഖ്യയാണ്. ഈ തരത്തിലുള്ള സംഖ്യകളുടെ ഗുണനഫലം എളുപ്പത്തിൽ കാണുന്നത് എങ്ങനെയെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.